ഇന്നൊരു പായസ റെസിപ്പിയാണ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അവൽ പായസമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അവൽ പായസം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ജന്മാഷ്ടമിക്കും വിഷുവിനുമൊക്കെ ഭഗവാൻ കൃഷ്ണന് നേദിക്കാൻ പറ്റിയ പായസമാണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈസി ആയിട്ട്. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മാത്രം ആണ് നമ്മൾ ഈ മൊത്തം ഈ പായസത്തിൽ ചേർക്കുന്ന നെയ്യ്. ഇതിലേക്ക് നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ശർക്കര പായസമൊക്കെ ഉണ്ടാക്കുമ്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം പറ്റുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിടുന്നതാണ് പായസത്തിലെ ടേസ്റ്റ്. അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴൊരു നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇത് വറന്നിട്ടുണ്ട്, ഞാനൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഇതേ നെയ്യിൽ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ കാഷ്യൂനട്ടിനെ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ എമൗണ്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ആക്കി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം ഇതും ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതേ നെയ്യിൽ നമ്മൾ 90 ഗ്രാം അവലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ അവലാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം അത് കനം കുറഞ്ഞ് വെള്ള അവൽ എടുത്തേക്കുന്നത്. നമുക്ക് ഈ അവലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട. ഒന്ന് നന്നായിട്ടൊന്ന് നെയ്യുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം, അതായത് ബ്രൗണൊന്നും ആകാൻ നിൽക്കരുത്. ഈ അവൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും ഒന്ന് ചുരുങ്ങും. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കാൻ പോവാണ്. പാല് ഞാൻ എടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ, ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ട് അതിനകത്ത് ഞാനൊരു 3/4 ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം ഈ 90 ഗ്രാം അവലിന് 1 ലിറ്റർ പാലും 3/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ പാല് കാച്ചി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂട് കുറഞ്ഞതാണ്. അപ്പം പാല് കാച്ചിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഒന്ന് അരിച്ച് പാട കളഞ്ഞ് നമുക്ക് അവലിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ചെറു തീയിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് വേവണം. അതായത് ഇതിപ്പോൾ കനം കുറഞ്ഞ അവലായതുകൊണ്ട് എനിക്കൊരു 15 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് അവൽ വേവുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര റെഡിയാക്കാം. ശർക്കരയ്ക്ക് ഞാൻ ഇതുപോലെ അച്ചിലിട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, അച്ചിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഞാൻ 8 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ബ്ലോക്കാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ചെറുതായിട്ടും തട്ടി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് പൊടിയുന്നുണ്ട്. ഇത് പൊടിച്ചെടുത്ത് നമുക്കൊന്ന് പാവ് കാച്ചി എടുക്കണം. ഒരുപാട് കട്ടിയുള്ള പാവൊന്നും അല്ല. അപ്പം ഇതെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പാവ് കാച്ചാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഞാനിതിൻ്റെ കൂടെ ഒരു ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് അരിയിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുപാടങ്ങ് ശർക്കര തിക്കാവാൻ നിൽക്കേണ്ട, ഒന്ന് ലൂസാക്കി എടുത്താൽ. ശർക്കര മെൽറ്റായിട്ടുണ്ട്, എല്ലാം നല്ലതായിട്ട് മെൽറ്റായി. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിതിനി നേരെ തന്നെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ശർക്കര ആവുന്ന സമയത്ത് പാൽ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് 13 മിനിറ്റ് ആയി. അപ്പം ഞാനിതിലേക്ക് നമ്മളുടെ ശർക്കര ഒഴിച്ച് കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മളുടെ അവൽ വെന്തിട്ടും ഉണ്ട് കേട്ടോ. അപ്പം ശർക്കര ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊരു 5 മിനിറ്റ് 6 മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് ചെറു തീയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാനുണ്ട്. ഞാനിവിടെ ഒരു 6 ഏലക്ക എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തരികൾ, ഏലക്കയുടെ കുരു എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ചുക്ക് എടുത്തിട്ട് അതും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുക്ക് നിങ്ങൾ ചേർക്കുന്ന ഈ ശർക്കര പായസത്തിൽ ചുക്ക് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഈ ഏലക്കായും ചുക്കും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങൾ പാല് ഒരുപാട് തിക്കാക്കി ഒട്ടും വെള്ളം ചേർക്കാതെ എടുക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവൽ നന്നായിട്ട് പാല് കുടിക്കുന്നതാണ്. അപ്പോൾ അതിച്ചിരി അതും ഒന്ന് കൊഴുത്ത് വരും. അപ്പോൾ പാലും കൊഴുത്താണെങ്കിൽ പായസം ഒരുപാട് കൊഴുത്തു പോകും. അതുകൊണ്ട് പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് തന്നെ നിങ്ങൾ പായസം ആക്കിക്കോളൂ കേട്ടോ. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനിനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കുന്നത്, അതായത് ചവ്വരിയാണ് കേട്ടോ. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചേർത്താൽ മതി. ചവ്വരി ഞാനൊന്ന് ഒരു ചെറിയ ചവ്വരി, ഏറ്റവും ചെറിയ ചവ്വരിയിൽ അത് ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ 1 സ്പൂണേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പായസത്തിൻ്റെ തിക്നെസ്സിനൊക്കെ അനുസരിച്ച് ചേർത്താൽ മതി. ഒരു പായസം തിക്കാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. കൂടെ ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പായസം ഏത് വെച്ചാലും ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും നമ്മളുടെ തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. പായസം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ നമ്മളുടെ അവലിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അവലിൽ മധുരം ഇങ്ങനെ ശർക്കര പിന്നെ ചേർക്കുമ്പോൾ മധുരം പിടിക്കാതിരിക്കത്തൊന്നുമില്ല. എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മധുരമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാലൻസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അവൽ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ശർക്കര പായസം അല്ലെങ്കിലും ഇത്തിരി ടേസ്റ്റ് കൂടുതലാണല്ലോ. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് അവലെന്ന് പറയണത്. അപ്പം ജന്മാഷ്ടമിക്കൊക്കെ അതുപോലെ തന്നെ വിഷുവിനാണെങ്കിലും ഒക്കെ നമുക്ക് ഭഗവാന് നേദിക്കാൻ പറ്റിയ പായസമാണ്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രി മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.